കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ്.സിയെ തങ്ങളുടെ തട്ടകത്തിൽ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ സാധ്യതാ ലൈനപ്പ് ഒന്ന് നോക്കാം. നിലവിൽ ശക്തരായ താരങ്ങൾ മിക്കവരും തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പമുണ്ട്. ഈ സീസണിൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിനെ എതിർക്കാൻ തക്ക പ്രകടനം ഒന്നും തന്നെ ചെന്നൈയിൻ എഫ്.സിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഓവൻ കോയലിന്റെ ചെന്നൈയിൻ എഫ്.സിയെ തീർത്തും തള്ളിക്കളയാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് സാധിക്കില്ല. അതുപോലെ കഴിഞ്ഞ 2 സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനു മേൽ വിജയം നേടാൻ സാധിക്കാത്തതിന്റെ ക്ഷീണം തീർക്കാൻ കൂടിയാകും ചെന്നൈയിൻ എഫ്.സി ഇന്ന് കൊച്ചിയിൽ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ മികച്ച ടീം ലൈനപ്പ് തന്നെയാകും കൊമ്പന്മാരുടെ ഇവാൻ ആശാൻ ഇറക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ സംശയമില്ലാത്ത സച്ചിൻ സുരേഷ് തന്നെ എന്ന് പറയാം. മുന്നേറ്റ നിരയിൽ ഇവാൻ ആശാൻ ഇന്ന് ആരെ ഇറക്കും എന്നതിലാണ് സംശയം. കാരണം ഒരു മത്സരത്തിലെ സസ്പെൻഷൻ കഴിഞ്ഞ് മുന്നേറ്റ താരം ദിമിത്രിയോസ് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനാൽ മുന്നേറ്റ നിരയിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ദിമിത്രിയോസിനൊപ്പം പെപ്രയെ തന്നെ പരീക്ഷിക്കുമോ അതോ ഇന്ത്യൻ താരങ്ങളെ പരീക്ഷിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. മുന്നേറ്റ നിരയിൽ നിന്ന് ഒരു വിദേശ താരത്തെ ഒഴിവാക്കിയാൽ പ്രതിരോധ നിരയിൽ പരിക്കുമാറി തിരികെയെത്തിയ ലെസ്കോവിച്ചിനെ മിലോസ് ട്രിൻസിക്കിനൊപ്പം സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഇറക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിതം കോട്ടാൽ, മിലോസ്, ലെസ്കോവിച്ച്, പ്രവീർദാസ് എന്നീ ശക്തമായ പ്രതിരോധ നിര ഇന്ന് ചെന്നൈയിൻ എഫ്.സിക്കെതിരെ ഇറങ്ങും. മധ്യനിരയിൽ കാര്യമായ മാറ്റമൊന്നുമില്ലാതെ അഡ്രിയാൻ ലൂണ, ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹനൻ, ഡയസൂക്ക സക്കായി എന്നിവർ തന്നെയാകും ഇറങ്ങുക. ഈ ഒരു മത്സരത്തിൽ പെപ്രയെ ഒഴിവാക്കി മുന്നേറ്റ നിരയിൽ കെ.പി. രാഹുലിനെയും ഇഷാൻ പണ്ഡിതയെയും ദിമിത്രിയോസിനൊപ്പം മാറ്റി മാറ്റി പരീക്ഷിച്ചാൽ വരും മത്സരങ്ങളിൽ ഇന്ത്യൻ മുന്നേറ്റ താരങ്ങൾക്ക് ഗുണം ചെയ്യും. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്.സി മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നത് കമന്റായി ഒന്നിടുക. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.